സെപ്റ്റംബർ 12 ആൻഡർലെക്റ്റിലെ വിശുദ്ധ ഗൈ. 950 ബ്രസൽസിലെ ലേക്കൻ എന്ന പ്രദേശത്ത് ദരിദ്ര മാതാപിതാക്കന്മാരുടെ മകനായാണ് വിശുദ്ധ ഗൈയുടെ ജനനം. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം ഗൈഡോ എന്നുള്ളതാണ്. എല്ലാവരും അദ്ദേഹത്തെ എളുപ്പത്തിൽ വിളിച്ചിരുന്ന ലഘുവായ നാമമാണ് ഗൈ. വീടിനോട് ചേർന്നുള്ള കൃഷിസ്ഥലങ്ങളിൽ ജോലിയെടുത്താണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർ കുടുംബജീവിതം നയിച്ചിരുന്നത്. മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ട് ഗൈഡോയും അവരോടൊപ്പം ചേരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് കൃഷിയും രണ്ടാമതായിട്ട് അദ്ദേഹത്തിന് ലഭിച്ച ദേവാലയ ശുശ്രൂഷ ജോലികളുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ 2 മിത്രങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. ആ 2 മിത്രങ്ങൾ, ഒന്ന് ദേവാലയവും 2 ദരിദ്രജനവുമായിരുന്നു. ദരിദ്രരിൽ അതിദരിദ്രനായ ഗൈഡോ തനിക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിൽ നിന്നും ഏറിയ പങ്കും മറ്റ് ദരിദ്രരുമായി പങ്കുവച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്. അനുദിനം അദ്ദേഹം ദേവാലയത്തിൽ പോവുകയും ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാസക്തി വർദ്ധിച്ചതായി കണ്ടപ്പോൾ ദേവാലയത്തിലെ പുരോഹിതൻ അദ്ദേഹത്തോട് അവിടെ തന്നെ കപ്പ്യാരായി ജോലി ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. ബലിപീഠത്തിലെ തുണികൾ മാറ്റുകയും അടിച്ചു വാരുകയും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം തൻ്റെ സമയം ചിലവഴിച്ചു. ബാക്കിയുള്ള സമയം ദരിദ്രജന സേവനത്തിന് വേണ്ടിയും അദ്ദേഹം മാറ്റിവെച്ചു. അങ്ങനെയിരിക്കെ ബ്രസൽസിലെ ഒരു കപ്പൽ വ്യാപാരി പാവപ്പെട്ടവരെ സഹായിക്കുവാൻ ഈ ചെറിയ ശമ്പളം കൊണ്ട് തനിക്ക് ആവുകയില്ല എന്നും തൻ്റെ ബിസിനസ്സിൽ 1% ഷെയർ സൗജന്യമായി നൽകാമെന്നും അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാമല്ലോ എന്ന ഉപദേശത്താലും ഗൈ ദേവാലയ ശുശ്രൂഷ ജോലി അവസാനിപ്പിച്ച് അദ്ദേഹത്തോടൊപ്പം ചേർന്നു. 6 മാസങ്ങൾക്കുള്ളിൽ ആ കപ്പൽ തകർന്നു വീണു. അങ്ങനെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന വരുമാന മാർഗം നശിച്ചതായി കണ്ടപ്പോൾ തിരികെ ദേവാലയത്തിലേക്ക് ചെന്നുവെങ്കിലും അപ്പോഴേക്കും മറ്റൊരാൾ കപ്പ്യാരായി ജോലിയിൽ പ്രവേശിച്ചിരുന്നു. താൻ മറ്റുള്ളവരെ സഹായിക്കുവാനാണെങ്കിൽ പോലും സമ്പത്തിന് പിറകെ പോയി എന്നുള്ള ചിന്തകളും ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ബോധ്യത്താലും പാപപരിഹാരമായിട്ട് റോമിലേക്ക് ഒരു കാൽനട നടത്തുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ കാൽനട യാത്രയിൽ റോമിൽ നിന്നും തുടർന്ന് ജെറുസലേമിലേക്ക് തീർത്ഥയാത്ര നടത്തി. അങ്ങനെ 7 വർഷങ്ങൾ കടന്നുപോയി. ഒരിക്കൽ ആൻഡർലേക്കിലെ ഡീൻ തീർത്ഥയാത്രയ്ക്കിടയിൽ റോമിൽ വെച്ച് വിശുദ്ധ ഗൈയെ കണ്ടു. അദ്ദേഹത്തോട് തങ്ങളുടെ തീർത്ഥയാത്രയ്ക്ക് നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അനാരോഗ്യവാനായിരുന്നുവെങ്കിലും ഗൈ ആ ദൗത്യം ഏറ്റെടുത്തു. തിരികെ സ്വന്തം നാട്ടിലെത്തിയ ഗൈ അനാരോഗ്യം മൂലം ചികിത്സയ്ക്കായി ഒരു ആശുപത്രിയിൽ പ്രവേശിച്ചു. 1012 സെപ്റ്റംബർ 12 അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. ഉടനെ അവിടെ ഒരു പ്രകാശം വ്യാപിക്കുകയും ഗൈ നിത്യസമ്മാനം പ്രാപിച്ചതായി ഒരു അശരീരി മുഴങ്ങുകയും ചെയ്തു. അത് എല്ലാവരും കേട്ടു. അപസ്മാര രോഗികൾ, ദേവാലയ ശുശ്രൂഷകർ, പേപ്പട്ടി വിഷബാധ ബാധിച്ചവർ, ജോലിക്കുപയോഗിക്കുന്ന കുതിരകൾ, കൊമ്പുള്ള മൃഗങ്ങൾ എന്നിവയുടെയെല്ലാം സ്വർഗീയ രക്ഷാധികാരി കൂടിയാണ് വിശുദ്ധ ഗൈ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അനേകം അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ ഈ മേഖലകളിൽ സംഭവിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. 1914 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതുവരെയും ആൻഡർലെക്റ്റിലെ ഗ്രാമവാസികൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടുകയും വലിയൊരു ആഘോഷം തന്നെ അദ്ദേഹത്തിൻ്റെ തിരുനാളോടനുബന്ധിച്ച് ആ ഗ്രാമപ്രദേശത്ത് നടത്തുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് മത്സരങ്ങളും കുതിരകളെ കൊണ്ടുള്ള മത്സരങ്ങളുമെല്ലാമായിരുന്നു. ഒരിക്കൽ ഒരു കുതിര അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിന് മുകളിൽ വന്ന് നിൽക്കുകയും ആ കല്ലറ തുറക്കപ്പെടുകയും അങ്ങനെയാണ് വിശുദ്ധ ഗൈയെ അടക്കിയ സ്ഥലത്തു മുതൽ ഒരു ആഘോഷം ആ ഗ്രാമത്തിൽ ആരംഭിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തത്. വചനം 1 തെസ്സലോനിക്ക 5:8-9 വാക്യങ്ങൾ. പകലിൻ്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ
നാം ക്രോധത്തിന് ഇരയാകണമെന്നല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത്. വിചിന്തനം. വിശുദ്ധ ഗൈയുടെ ജീവിതത്തിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം വളരെ ലളിതമാണ്. ഉന്നത റാങ്കോടുകൂടി പാസ്സായിട്ടും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവത്തെ തിരിച്ചറിയാനോ സാധിക്കാതെ ബുദ്ധിയിൽ അന്ധകാരം പ്രാപിച്ച വ്യക്തികളെ നാം കണ്ടിട്ടുണ്ട്. യാതൊരു വിദ്യാഭ്യാസമില്ലെങ്കിൽ പോലും ദൈവാലയവുമായി ബന്ധപ്പെട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താതെയും ജീവിക്കുന്ന മനുഷ്യരെയും നാം കണ്ടിട്ടുണ്ട്. ദൈവകൃപ രണ്ടുപേരിലും നിറഞ്ഞു നിൽക്കുന്നു. അത് ദൈവാനുഗ്രഹത്തിൻ്റെ വിവിധ തലങ്ങളാണ്. വിശുദ്ധ ഗൈയുടെ ജീവിതത്തിലും അത് തന്നെയാണ് നാം കാണുന്നത്. മറ്റുള്ളവരെ കാഴ്ചപ്പാടിൽ വിലയില്ലാത്തവനായിരുന്നുവെങ്കിലും അദ്ദേഹം ദൈവത്തോട് ഏറ്റവും ചേർന്ന് നിന്നിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കുവാനും തനിക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത്. ഈശോ 9 മാസം ദൈവമാതാവിൻ്റെ ഉദരത്തിലും 3 മണിക്കൂർ കുരിശിലും 3 ദിവസം കുഴിമാടത്തിലും ചെലവഴിച്ചു. എന്നാൽ അവിടുന്ന് എന്നും സക്രാരിയിൽ വസിക്കുന്നു. ദൈവാലയത്തിൽ സക്രാരിയുടെ അരികെ നാം എത്ര സമയം സ്നേഹപൂർവ്വം ചെലവഴിക്കുന്നുണ്ട്? ആ ചെലവഴിക്കുന്ന സമയത്തെയാണ് ഈശോ വിലമതിക്കുന്നത്.